ഹലോ നമസ്കാരം, രഞ്ജിത്ത്. ഒരിക്കലും അടച്ചുപൂട്ടാൻ സാധ്യതയില്ലാത്ത 4 ബിസിനസ്സുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരിക്കലും അടച്ചുപൂട്ടാൻ സാധ്യതയില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം തന്നെ വളരെ ബേസിക് ആയിട്ടുള്ള നീഡ്സ് ആയിരിക്കും. ഏറ്റവും ആദ്യത്തത് മറ്റൊന്നുമല്ല, ഫുഡ് ബിസിനസ്സാണ്. പക്ഷേ ഒരിക്കലും അടച്ചുപൂട്ടാൻ സാധ്യതയില്ല എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ വളരെ ശക്തമായിട്ടുള്ള റിസ്കുകൾ ഇത്തരം ബിസിനസ്സുകളുടെ ഒപ്പം തന്നെയുണ്ട്. ഫുഡ് ബിസിനസ്സിൻ്റെ റിസ്ക് കൂടി പറയാം. ഫുഡ് ബിസിനസ്സുകൾ തീർച്ചയായിട്ടും ഒരു ബേസിക് നീഡായതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഫുഡും എല്ലാവരും അന്വേഷിക്കുന്നുണ്ടാവും. പക്ഷേ റിസ്ക് ശക്തമായ കോമ്പറ്റീഷനാണ്. അതിശക്തമായ കോമ്പറ്റീഷനായിരിക്കും ബേസിക് നീഡ്സിലെല്ലാം തന്നെ. കാരണം ഇത് വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്, എല്ലാവർക്കും ആവശ്യമുള്ള ഒന്നാണ് എന്ന് കരുതിക്കൊണ്ട് എല്ലാ ആളുകളും ഇതിനകത്തോട്ടുണ്ടാവും. പക്ഷേ വലിയ സാധ്യതകളും ഇതിൻ്റെ ഒപ്പം തന്നെയുണ്ട്. സ്ഥിരമായിട്ടുള്ള അപ്ഡേഷനാണ് ബേസിക് ആയിട്ടുള്ള ബിസിനസ്സുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നിങ്ങൾ സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ, സ്ഥിരമായി കൺസ്യൂമേഴ്സിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നാൽ പുതിയ സാധ്യതകളിലേക്കും പുതിയ രീതികളിലേക്കും പുതിയ കൺസ്യൂമർ ബിഹേവിയറുകളിലേക്കും ഇതൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കൃത്യമായിട്ടുള്ള ഫുഡ് നിങ്ങൾക്ക് എത്തിക്കാൻ സാധിക്കും. ഇപ്പോൾ പുതിയൊരു ട്രെൻഡ് പറയുകയാണെങ്കിൽ വെൽനസ് വലിയൊരു ട്രെൻഡാണ്. അതുകൊണ്ട് തന്നെ വെൽനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഡയറ്ററി ഫുഡ്സിന് വലിയ സാധ്യതയുണ്ട്. കൃത്യമായിട്ടുള്ള ഡയറ്റ് പ്രകാരം കൃത്യമായിട്ടുള്ള സമയത്ത് ആളുകൾക്ക് ഫുഡ് എത്തിച്ചു കൊടുക്കാൻ സാധ്യതയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് അതൊരു ട്രെൻഡാണ്. എന്നാൽ പഴയ രീതിയിൽ തന്നെയുള്ള ഫുഡ് ഹാബിറ്റ്സുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള പ്രൊഡക്റ്റ് തന്നെ ഇറക്കിയിരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആ ബിസിനസ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഫുഡ് എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള ബിസിനസ് എപ്പോഴും ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കും. മാറുന്ന ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് ഫുഡ് ബിസിനസ് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ യാതൊരു സംശയവും വേണ്ട, വലിയ മാർജിൻ തരുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഫുഡ് ബിസിനസ്. പ്രത്യേകിച്ചും വെൽനസ് കണക്റ്റഡ് ആയിട്ടുള്ള ഡയറ്ററി സപ്ലിമെൻറ്റ്സ് ഒക്കെ കണക്ട് ചെയ്തുള്ള ഫുഡ് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ വലിയ സാധ്യതകൾ നിങ്ങളെ തേടിയെത്തുന്നു. അപ്പോൾ കൃത്യമായ ഒരു ബിസിനസ് മോഡൽ ഉണ്ടാക്കുക, ഡെലിവറി കൃത്യമാക്കുക, കൃത്യമായിട്ടുള്ള സർവീസ് ഉറപ്പാക്കുക, ക്വാളിറ്റിയും ടേസ്റ്റും ഉറപ്പാക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ഫുഡ് ബിസിനസ്സിൽ നിങ്ങൾക്ക് കാലങ്ങളോളം പിടിച്ചു നിൽക്കാം. രണ്ടാമത്തെ ബിസിനസ് ഹൗസ് റെൻ്റൽസ് ആണ്. ഹൗസിംഗ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മനുഷ്യനുള്ളിടത്തോളം കാലം ആവശ്യമുള്ളൊരു സംഭവം തന്നെയാണ്. നമുക്ക് വീട് ആവശ്യമാണ്. പക്ഷെ പലപ്പോഴും വീട് ഓൺ ചെയ്യുമോ ഫ്യൂച്ചറിൽ ആളുകൾ എന്ന് ചോദിച്ചാൽ അതിൽ ചില കൺഫ്യൂഷൻസ് ഉണ്ട്. കാരണം വീട് ഓൺ ചെയ്യേണ്ട കാര്യമില്ല, റെൻ്റൽ ആയാലും മതി എന്നുള്ള തോന്നലുള്ള ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കുന്നു. പുതിയ ജനറേഷൻ പലരും വീട് സ്വന്തമായി ഓൺ ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവരാണ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് തന്നെ സ്ഥിരമായി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരുപാട് ലോകം ചുറ്റാൻ ആഗ്രഹിക്കുന്ന പുതിയ തലമുറ വളർന്നു വരുന്നു. പക്ഷേ ഹൗസ് റെൻ്റൽസിനും അതുപോലെ റൂം റെൻ്റൽസിനുമൊക്കെ വലിയ സാധ്യതകൾ അതുകൊണ്ട് തന്നെ കൂടി വരികയാണ്. ലോകമുള്ളിടത്തോളം കാലം ഈ റെൻ്റൽ ബിസിനസ് എന്തായാലും ഉണ്ടാവും. പക്ഷേ റെൻ്റൽ ബിസിനസ്സിലും രീതികൾ മാറുന്നുണ്ട്. പണ്ട് കാലത്ത് ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ 11 മാസത്തേക്കൊക്കെ റെൻ്റ് എഗ്രിമെൻ്റ് എഴുതിയിരുന്നതിൽ നിന്ന് വിഭിന്നമായി കുറച്ചുകൂടി ഡിഫറൻ്റായി ചെറിയ സമയത്തേക്ക്, ഷോർട്ട് ടേമിലേക്ക്, 1 ഡേ സ്റ്റേകളിലേക്ക് ഒക്കെ രീതികൾ മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് ബുക്ക് ചെയ്യുന്ന രീതികളും കൃത്യമായി ഗസ്റ്റിനെ സ്വീകരിക്കുന്ന രീതികളും അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസുമെല്ലാം കാലാനുസൃതമായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും റെൻ്റൽ ബിസിനസ്സിൽ വലിയ സാധ്യതകൾ തന്നെയുണ്ട്. ഏതെങ്കിലും ഒരു സ്ഥലത്തെ ഒരു ഹൗസ് റെൻ്റൽ കൊടുക്കുന്നതിന് പകരം ഒരു ചെയിനായിട്ടുള്ള റെൻ്റൽ ബിസിനസ്സിനും സാധ്യതകളുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ വലിയ കമ്പനികൾ തന്നെ റെൻ്റൽ ബിസിനസ് നടത്തുന്നുമുണ്ട്. വലിയ സാധ്യതകളാണ് റെൻ്റൽ ബിസിനസ്സിൽ ഇന്ത്യയിൽ ഇനി വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റെൻ്റൽ ബിസിനസ് ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ബിസിനസ് ഫീൽഡായിട്ട് നമുക്ക് ഉറപ്പിക്കാം. മൂന്നാമത്തേത് ഫുഡിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ബിവറേജസ് ആണ്. എല്ലാ തരത്തിലുള്ള ബിവറേജസിനെ പലതായി തിരിക്കാം. സ്ഥിരമായി നമ്മൾ കുടിക്കുന്ന പാല്, ചായ, കാപ്പി പോലുള്ള ബിവറേജസ്. ഒരുപക്ഷെ ഇതിൻ്റെ സാധ്യതകൾ കൂടി വരുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചായക്കടകൾ, ചെറിയ ടീ ഹബ്ബുകൾ, കോഫി ഹബ്ബുകളൊക്കെ കൂടി വരുന്നത്. ഇതിൻ്റെ കാരണം സ്ഥിരമായിട്ടുള്ള ചായയിൽ നിന്ന് കുറച്ച് വിഭിന്നമായി കുറച്ചുകൂടി ഡിഫറെൻറ്റ് ടേസ്റ്റുള്ള പല ഫ്ലേവേഴ്സുള്ള ചായകളും കാപ്പികളും ഒക്കെ വന്നു കഴിഞ്ഞു. പലതരത്തിൽ പല പേരുകളിൽ ഇവ നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. ഇത് നമുക്കൊരു എക്സൈറ്റ്മെൻറ്റ് തരുന്നുണ്ട്, വ്യത്യസ്തത നമ്മളതിനകത്ത് അന്വേഷിച്ച് പോകുന്നുണ്ട്. ഇത് വലിയ മാർജിനാണ് പലപ്പോഴും ബിസിനസ്സുകൾക്ക് തരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ഇപ്പോൾ ഇവോൾവ് ചെയ്യുന്നുണ്ട്. ഇതുകൂടാതെ ന്യൂട്രീഷണലായിട്ടുള്ള ഡ്രിങ്കുകൾ ഒരുപാട് വരുന്നു. പവർ ഡ്രിങ്കുകളും എനർജി ഡ്രിങ്കുകളും പുതിയതായിട്ട് വരുന്നു. വെൽനസ് ഡ്രിങ്കുകൾ പുതിയതായി വരുന്നു. ജ്യൂസുകളുടെ തന്നെ ഡിഫറൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് പുതിയ മാർക്കറ്റുകൾ, വിപണികൾ കീഴടക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡ്രിങ്കുകളിലും ബിവറേജുകളിലും വലിയ മാറ്റങ്ങൾ അതിനൊപ്പം തന്നെ വരുന്നുണ്ട്. എപ്പോഴാണോ വിപണിയിലെ മാറ്റം നിങ്ങൾക്ക് കൃത്യമായി തൊട്ടറിയാൻ കഴിയുന്നത്, പുതിയ ഡ്രിങ്കുകളും ബിവറേജസും നിങ്ങൾക്ക് മാർക്കറ്റിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നത്, ഒരു സംശയം വേണ്ട, നിങ്ങളുടെ മാർക്കറ്റും ഒപ്പം തന്നെ മാർജിനും വർദ്ധിക്കുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അടുത്തത് ഫാഷൻ ബിസിനസ്സാണ്. മനുഷ്യനുള്ളിടത്തോളം തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പുള്ള മറ്റൊരു കാര്യമാണ് ഫാഷൻ.
നമ്മൾ പലതരത്തിലുള്ള ഫാഷനുകൾ കണ്ടിട്ടുണ്ട്. കാലാനുസൃതമായി ഫാഷനിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുകയും ചെയ്യും. 6 മാസം കൂടുമ്പോൾ ഗ്ലോബൽ ഫാഷൻ ട്രെൻഡ്സിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത് നമുക്ക് കാണാം. ഈ മാറ്റങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ, ഈ മാറ്റങ്ങളെ കൃത്യസമയത്ത് ആളുകളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത്തരം ഷോപ്പുകളെല്ലാം യാതൊരു സംശയവുമില്ല വിജയിച്ചിരിക്കുമെന്നുള്ളത് ഉറപ്പാണ്. നിങ്ങളുടെ ചുറ്റും തന്നെയുള്ള സ്ഥിരമായി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പുതിയ ഫാഷൻ കൊണ്ടുവരുന്ന, പുതിയ വെറൈറ്റികൾ കൊണ്ടുവരുന്ന, പുതിയ ഡിസൈനുകൾ കൊണ്ടുവരുന്ന ഷോപ്പുകളെല്ലാം നല്ല രീതിയിൽ പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. എപ്പോഴാണോ അപ്പോൾ നിങ്ങൾ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്, എപ്പോഴാണോ കൂടുതൽ ലേൺ ചെയ്യുന്നത്, കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുന്നത്, ഈ 4 ബിസിനസ്സുകളും നിങ്ങൾക്ക് സ്ഥിരമായി പ്രോഫിറ്റ് തരാൻ കഴിവുള്ള ബിസിനസ്സുകളാണ്. ഒറ്റ കാര്യം മാത്രമേ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. മാർക്കറ്റിനെ കുറിച്ചല്ല, മാർക്കറ്റ് ഉണ്ടോ എന്നുള്ള ഭീതിയല്ല, പകരം മാർക്കറ്റിൻ്റെ അപ്ഡേഷനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. എന്തൊക്കെ മാറ്റങ്ങളാണ് കൺസ്യൂമേഴ്സിൽ വരുന്നത് എന്ന് ഉൾക്കൊള്ളാനാണ് ചിന്തിക്കേണ്ടത്. ആ മാറ്റങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിലും സർവീസിലും കൊണ്ടുവരാൻ സാധിച്ചാൽ ജീവൻ ഉള്ളിടത്തോളം തുടരാൻ സാധ്യതയുള്ള 4 ബിസിനസ്സുകൾ തന്നെയാണിവ. ഓൾ ദി ബെസ്റ്റ്.